12 വർഷമായി എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട് പൂർണ്ണമായിട്ടും അക്ഷയയ്ക്ക് വർക്ക് കൊടുത്തത് മൂലം ഞങ്ങളുടെ ജോലിയാണ് നഷ്ടമായത്. തൂപ്പ് ജോലി ആയാലും ഞാൻ ചെയ്യാൻ സന്മനസ്സാണ്. 2 പതിറ്റാണ്ടുകളിലേറെയായി അക്ഷരം വെച്ച് ഉപജീവനമാർഗം നടത്തുന്ന എൻ്റെ കുടുംബമാണ് ഇന്ന് പട്ടിണിയായി കിടക്കുന്നത്. എൻ്റെ പേര് ബിന്ദു KN, ബിച്ചു വിഹാർ, വെൺമണ്ണൂർ, ആനക്കോട്ടൂർ PO. അതായത് 2 പതിറ്റാണ്ട് കാലം തൊട്ട് ഇപ്പോഴുള്ള മെമ്പർമാർ 5ാമത്തെ തലമുറയാണ്. ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ ഉള്ള ഭരണസമിതിയിലെ ആൾക്കാർക്കും ഒക്കെ അറിയാവുന്ന ഒരപേക്ഷ എഴുത്തുകാരിയാണ് ഞാൻ. കൊട്ടാരക്കര പഞ്ചായത്തായിരുന്ന കാലം തൊട്ട്, അതായത് 2000 ആണ്ട് തൊട്ട് 23 വർഷക്കാലം ഈ ഉപജീവനമാർഗം പല ടെസ്റ്റുകൾ എഴുതി എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തു. പിന്നാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസ് നടത്തി ഒരു തൊഴിലിന് വേണ്ടി. ഈ തൊഴിലൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് പ്രീ ഡിഗ്രി പഠനം, JDC ഡിസ്റ്റിങ്ഷൻ മാർക്ക്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പല സർട്ടിഫിക്കറ്റുകളും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഉള്ള പരീക്ഷകൾ മൊത്തം നമ്മൾ എഴുതി 3 വർഷം കൊണ്ട് ലിസ്റ്റ് ക്യാൻസലാകുക അങ്ങനെ തൊഴിൽ കിട്ടാതെ വന്നപ്പോഴാണ് അക്ഷരം വെച്ച് മരണം വരെ ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ഹരികുമാർ സാർ, അന്നത്തെ കാലത്ത് ഇവിടെ ഹരികുമാർ സാറ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് 2 ബെഞ്ച് ഞങ്ങൾക്ക് ഇട്ട് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നും പറഞ്ഞിട്ട് നമ്മളെ ഇവിടെ ഇരുത്തി അപേക്ഷകൾ ആവശ്യക്കാർക്ക് അപേക്ഷകൾ എഴുതി കൊടുത്ത് ഉപജീവനമാർഗം നടത്തി വരികയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2015 നവംബർ 5-ാം തീയതി ആയപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്ത് മാറി മുനിസിപ്പാലിറ്റി ആയി. ഈ 2015 തൊട്ട് ഇത്രയുള്ള കാലം, അതായത് 15, 8, 23 ഈ 8 വർഷം കൂടെ നഗരസഭ ആയതിനു ശേഷം നമ്മളുടെ ഉപജീവനമാർഗം നമ്മൾ വിടാതെ അത് തന്നെയായിട്ട് വേറെ ജോലികൾ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഉപജീവനമാർഗം തൊഴിലാക്കി എൻ്റെ കുടുംബം. അതായത് ഭർത്താവ് 12 വർഷമായി എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട്, ഈ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനാൽ ഉള്ള ഒരു കൊച്ചിനെ പഠിപ്പിക്കുന്നതിനും നിത്യവൃത്തി കഴിയുന്നതിനും മറ്റും മാർഗമായ ആസ്മാരോഗം ഞാൻ കരംചന്ദ് ഡോക്ടറെ അടുത്ത്, അതായത് കൊല്ലത്ത് പല ആശുപത്രികളിലും ആസ്മാരോഗത്തിന് മരുന്ന് കഴിക്കുന്നതായതുകൊണ്ട് എനിക്ക് മറ്റു ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കട്ടിപ്പണി ഇല്ലാത്തതുകൊണ്ട് അപേക്ഷകൾ ആവശ്യക്കാർക്ക് എഴുതി കൊടുത്ത് ഉപജീവനമാർഗം നടത്തുന്ന ഞാൻ മെനഞ്ഞാന്ന് തൊട്ട് ഇവിടെ അപേക്ഷകളൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നോട്ടീസ് വെച്ചിട്ടുണ്ട്. 5 വർഷത്തേക്ക് സൈറ്റുകളെല്ലാം ബ്ലോക്കാക്കി, മാനുവൽ അപേക്ഷകളുടെ സൈറ്റുകൾ ബ്ലോക്കാക്കി. ഞങ്ങളിവിടെ 3 പേരായിരുന്നു ഇവിടുന്ന് അപേക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നത്. ഈ 3 പേരുടെ കുടുംബങ്ങളെ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട് എങ്ങനെ കഴിയുന്നെന്നുള്ള കാര്യം ഈ സർക്കാർ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ എൻ്റെ പരമദയനീയ അവസ്ഥയാണ് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ വിനിയോഗിക്കുന്നത്. അതായത് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, പഠിച്ചിട്ട് നിൽക്കുന്നവർക്ക് തൊഴിലില്ല. കോഓപ്പറേറ്റീവ് ബാങ്കിന് ഇൻസ്പെക്ടർ പദവി വരെ നേടിയിട്ടുള്ള ഞാൻ ഈ അപേക്ഷകൾ എഴുതി ഉപജീവന മാർഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ അക്ഷയയില്ല, അതായത് ഒരു അപേക്ഷ നമ്മൾ ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ 10 പ്രാവശ്യം കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് ആ പേപ്പർ കൊണ്ടോ ഈ പേപ്പർ കൊണ്ടോ എല്ലാ പേപ്പറും കൊണ്ടുവന്ന് നമ്മൾ ഓൺലൈനിൽ അപേക്ഷ വെക്കുക. സർക്കാർ ഓഫീസുകളിൽ ഒരു ജോലിയില്ല, അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ. അത് ആയോ എന്ന് ചോദിച്ച ആൾക്കാർ കയറി ഇറങ്ങി നടക്കുന്നത് നമ്മൾ കുറേ നാൾ കൊണ്ട് കാണുന്നുണ്ട്. ഇപ്പം പൂർണ്ണമായിട്ടും അക്ഷയയ്ക്ക് വർക്ക് കൊടുത്തത് മൂലം ഞങ്ങളുടെ ജോലിയാണ് നഷ്ടമായത്. ഞാൻ മെനഞ്ഞാന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ മെനഞ്ഞാന്ന് തന്നെ ഇമെയിൽ അയച്ചു. എൻ്റെ അവസ്ഥകളെല്ലാം നിവേദനമായിട്ട് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു മെസ്സേജ് വരികയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് മെസ്സേജല്ല ആവശ്യം. എനിക്കൊരു ജോലിയാണ്, ഈ ജോലി തന്നെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല. പിന്നെ കാലം മാറുന്നതനുസരിച്ച് കേരളം വികസിച്ചപ്പോൾ പേപ്പർ വർക്കൊക്കെ നീങ്ങിക്കോട്ടെ, അതിനകത്ത് ഞാനും ഒരു വോട്ടർ എന്നുള്ള നിലയിൽ അതിനെ അഭിമാനിക്കുകയാണ്. എങ്കിൽ പോലും ഈ പഠിച്ചിട്ട് നിൽക്കുന്നവരുടെയും ഈ ജോലി ചെയ്തവരുടെയും കുടുംബങ്ങൾ എങ്ങനെ കഴിയുന്നെന്നുള്ള കാര്യവും കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമക്ഷം നിവേദനമായിട്ട് സമർപ്പിച്ചിട്ട് വീണ്ടും ഞാൻ ചാനലിനെ അറിയിക്കുകയാണ്. എൻ്റെ പരമദയനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം എന്നവണ്ണം ഒരു തൊഴിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ, തൂപ്പ് ജോലി ആയാലും ഞാൻ ചെയ്യാൻ സന്മനസ്സാണ്. എംപ്ലോയ്മെൻ്റ് അടിസ്ഥാനത്തിൽ പല ജോലിക്കും പോയി, ജില്ലാ എംപ്ലോയ്മെൻറ്റിൽ പോയി, അവിടെ പോയി വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് പിന്നെ ക്ലീനറിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഫയലും പേപ്പറും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ പോയി, ആ ജോലി കിട്ടിയില്ല. അപ്പം നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി അക്ഷരം വെച്ച് ഉപജീവന മാർഗം നടത്തുന്ന 22 പതിറ്റാണ്ടുകളിലേറെയായി അക്ഷരം വെച്ച് ഉപജീവന മാർഗം നടത്തുന്ന എൻ്റെ കുടുംബമാണിന്ന് പട്ടിണിയായി കിടക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഞാനിപ്പോൾ അപേക്ഷിക്കുന്നത്. അല്ലാതെ നമുക്ക് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു പിൻബലത്തിലും ഒന്നുമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം JDC ഡിസ്റ്റിങ്ഷൻ മാർക്കോട് കൂടി പാസ്സായ അതെല്ലാം ഞാൻ മാറ്റി അലമാര വെച്ച് പൂട്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത്യാവശ്യം പഠിത്തമുള്ള ഒരു പെണ്ണാണെന്നും ഒക്കെ. പക്ഷേ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയതിനാൽ നമുക്ക് ജീവിതമാർഗം മുട്ടി നിൽക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ
ഈ ദയനീയാവസ്ഥയിൽ ശാശ്വത പരിഹാരം കണ്ട് ഏതെങ്കിലും മേഖലയിൽ ഒരു തൊഴിൽ നേടിത്തന്ന് സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അതായത് എന്നെപ്പോലെ നൂറുകണക്കിന് പഞ്ചായത്തുകളിലും വില്ലേജുകളിലും വരുന്ന അപേക്ഷകളിൽ, പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിൽ വരുന്ന അപേക്ഷ എഴുതിയ ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് ഈ ഒരു അവസരത്തിലൂടെ നഷ്ടമായത്. അതിന് അങ്ങനെ ചെയ്തിട്ടുള്ള ആ കുടുംബങ്ങളെ വ്യക്തിഗതമായിട്ട് അന്വേഷിച്ചറിഞ്ഞ് അവരാരാണോ ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നത്, നാളെ തൊട്ട് അവർക്ക് ജോലിയില്ല. അപ്പോൾ ഈ ഒരു ജോലിക്ക് എന്നെ പോലെ വിഷമിക്കുന്ന ആ ഒരു ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെയും കൂടെ പരിഹാരത്തിന് വേണ്ടി എന്നുള്ള നിലയിലാണ്, അവർക്കും വേണ്ടിയും കൂടെയാണ് ഞാൻ യാചിക്കുന്നത്. മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് നടിക്കരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിലേക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ നിവേദനമായിട്ട് അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. ഇതിന് പരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്.